प्यारे बच्चों, आदाब। कैसे हैं आप? अच्छा है ना? ठीक है ना? बच्चों, पिछले क्लास में हमने एक दुआ या नज़म सुना था। കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു പ്രാർത്ഥനാഗീതമാണ് കേട്ടിരുന്നതല്ലേ? वो नज़्म का नाम क्या है? जी, हमारी दुआ, हमारी दुआ. നമ്മളെല്ലാവരും ഒരുപാട് പ്രാർത്ഥനകൾ ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട്. हमारी दुआ इस नज़्म में पिछले क्लास में एक सरगर्मी था. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കൊരു സർഗർമി ഉണ്ടായിരുന്നു. क्या है? ये नज़्म मुख्तलिफ तर्ज में पेश करके टीचर को भेजना. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായ രീതിയിൽ ഈ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വലിയ സന്തോഷം. അതിൽ നിന്നും ഒരു നസ്മ് വ്യത്യസ്തമായ ഒരു തർസിൽ, ഒരു ഈണത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ബച്ചോ देखिए. ബച്ചോ, ये गीत कैसी थी? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരമായിരുന്നല്ലേ? നല്ല രസമുണ്ടല്ലേ? जी बच्चों, तो हम एक और तर्ज में ये गीत सुने. മറ്റൊരു രീതിയിൽ കൂടി ഈ പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ? सुनिए. आदा रात दिन है खुदा से हमारी दुआ, राह इंसानियत की हमें तो दिखा. रात दिन है खुदा से हमारी दुआ, राह इंसानियत की हमें तो दिखा. जो ज़माने में बदबख्त वो गुमराह है, उनके साए से भी दूर रखना सदा. रात दिन है खुदा से हमारी दुआ, राह इंसानियत की हमें तो दिखा. हमको हासिल हो दुनिया में मिल्मो अदब, जो हमारे लिए बन सके रहनुमा. दोनों हाथों को शबनम उठाए हुए कर रहा हूँ दुआ हो कबूले खुदा. ശബാഷ്, बहुत अच्छा है. എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് നിങ്ങൾ പാട്ടുകൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നറിഞ്ഞു. സന്തോഷം. പക്ഷോ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? ജി, ये नज़्म किसने लिखा है? जी, ये नज़्म, ये गीत किसने लिखा? ആരെഴുതിയതാ? ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ പാട്ടിൻ്റെ ഏറ്റവും താഴെയുണ്ടല്ലോ. जी हाँ, शबनम कमाली. शायर का नाम शबनम कमाली. ഉറുദുവിൽ കവിക്ക് പറയുന്നത് ഷായർ എന്നാണ്
ഉറുദുവിൽ കവിക്ക് പറയാം. ഷായർ കാ നാം ശബ്നം കമാലി. जी है जी ठीक है. इस नज़्म का नाम क्या है? ഈ പാട്ടിൻ്റെ പേരെന്താ? ഹമാരി ദുആ. ഹമാരി ദുആ. ഹമാരി ദുആ എന്ന ഈ പാട്ട് എഴുതിയ ഷായറാണ് ആര്? ശബ്നം കമാലി. അച്ഛോ, ഈ നസ്മിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതെല്ലാമാണ്? ഏതാ? ജി. പലർക്കും പല വരികളാണ് ഇഷ്ടമുണ്ടാവുക അല്ലേ? എങ്കിൽ മേം ആപ്കെ സാമനെ ഏക്ക് ഷെയർ സുനാവോ. ഷെയർ 2 വരിക്കാണ് ഷെയർ എന്ന് പറയാം. ഷെയർ എന്ന് പറഞ്ഞാൽ 2 വരി. മേ ആപ്കെ സാമനെ ഏക്ക് ഷെയർ പേഷ് കരൂംഗ. സുനിയേ. जिस तरह चांद सूरज से है रोशनी, इस तरह हमसे रोशन है सारी फजा. ഈ കവിതയുടെ ഈ 2 വരിയുടെ മത്ലബ് ക്യാ ഹെ? എന്തായിരിക്കാം ഷായർ ഈ 2 വരിയിലൂടെ അർത്ഥമാക്കിയിട്ടുണ്ടാവുക? ഈ 2 വരികളുടെ ആശയം എന്തായിരിക്കും? എന്തായിരിക്കും? देखिए, हमें सूरज से रोशनी मिलती है. हमें सूरज से रोशनी मिलती है. നമുക്കെല്ലാവർക്കും സൂര്യനിൽ നിന്നും എന്ത് ലഭിക്കുന്നു? വെളിച്ചം ലഭിക്കുന്നു. ഹമേം ചാന്ദ് സേ ബി റോഷ്നി മിൽത്തി ഹെ. രാത്രിയാവുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും. ലേക്കിൻ ആസ്മാൻ മേം ചാന്ദ് ഹേ തോ, ആകാശത്ത് ചാന്ദ് ഹേ തോ, ചന്ദ്രനുണ്ടെങ്കിൽ ചാന്ദ് സേ ബി ഹമേം റോഷ്നി മിൽത്തി ഹെ. ചന്ദ്രനിൽ നിന്ന്, അമ്പിളിമാമനിൽ നിന്ന് നമുക്ക് പ്രകാശം ലഭിക്കുന്നു. ഇസ്തര അതുപോലെ. ജിസ്തര ചാന്ദ് ഓർ സൂരജ് സേ रोशनी मिलती है, उसी तरह सारी फ़ज़ा में सारी दुनिया में हमें रोशन कर दे ऐ खुदा. ഈ ലോകം മുഴുവൻ ഞങ്ങളെക്കൊണ്ട് എന്താക്കണം? പ്രകാശമാക്കണം. ഞങ്ങളെ എല്ലാ ലോകത്തും അറിയപ്പെടുന്ന എല്ലാ ഇരുട്ടുകളെയും കെടുത്തുന്ന പ്രകാശമാക്കി ഞങ്ങളെ മാറ്റണം എന്ന ഒരു മഹത്തായ പ്രാർത്ഥനയാണ് ഈ 2 വരികളിലുള്ളത്. യേ ഷെയർ കാ മത്ലബ് കൈസെ ലിഖ് സക്തേ ഹെ. എങ്ങനെയാണ് നമ്മൾ ഒരു 2 വരിയുടെ ആശയം എഴുതുക? നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 9 10 ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മത്ലബ് എഴുതുന്ന ശൈലി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയ പിന്നെ അത് വളരെ ഈസി ആയിരിക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. പഹ്ലെ ഹം ഏ ഷെയർ ലിഖ്നാ ഹെ. ഏത് വരിയുടെ ആശയമാണോ നിങ്ങളോട് എഴുതാൻ പറയുന്നത്, വോ ഷെയർ ലിഖ്നാ ഹെ. ജിസ് തര ചാന്ദ് സൂരജ് സെ ഹെ റോഷിനി, ഉസ് തര. ആ 2 വരികൾ അതുപോലെ എഴുതും. മത്ലബ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏത് പദ്യത്തിൽ നിന്നുള്ള വരികളാണെന്ന് സൂചിപ്പിക്കണം. രണ്ടാമത്തേത്, ആ കവിത, ആ പദ്യം ആരെഴുതിയതാണ് അതറിയുമെങ്കിൽ അതും സൂചിപ്പിക്കണം. മൂന്നാമത്തേത്, ഇത് ഏതു തരത്തിലുള്ള പദ്യമാണ്, ഈ പദ്യത്തിൻ്റെ വിഷയം എന്താണ് എന്നത് ആദ്യം സൂചിപ്പിക്കണം. ഈ തരത്തിൽ നമ്മൾ ആദ്യത്തിൽ സൂചിപ്പിച്ചാൽ മറ്റുള്ളവർക്ക് എന്തറിയും? നമുക്ക് ഈ പദ്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്കറിയാമെന്ന് മറ്റുള്ളവർക്കറിയാം. അപ്പോൾ നമുക്ക് ഒന്നെഴുതി നോക്കാം. ആദ്യം ഈ 2 വരി ഏത് പദ്യത്തിലുള്ളതാണ്, പദ്യത്തിൻ്റെ പേരറിയണം, ആരെഴുതിയതാണെന്നറിയണം. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ये शेर उर्दू के
മഷഹൂർ ഷായർ, ഉറുദുവിലെ മഷഹൂർ ഷായർ ഷബ്നം കമാലി की नज़्म, ഷബ്നം കമാലിയുടെ നസ്മായ ഹമാരി ദുആ സെ ലിയാ ഗയാ ഹെ, ഹമാരി ദുആ സെ ലിയാ ഗയാ ഹെ. ഇതിന് ശേഷം ഇത് ഏതു തരത്തിലുള്ള പദ്യമാണ്, എന്തിനെക്കുറിച്ചുള്ള പദ്യമാണ് എന്ന് സൂചിപ്പിക്കുക. ഏക്ക് ദുആയ നസ്മ് ഹെ, ഇതൊരു ദുആയ നസ്മാണ്, പ്രാർത്ഥനാ ഗീതമാണ്. ജിസ്മേ ബച്ച ഖുദാ സെ ദുആ കർത്തെ ഹെ, ജിസ്മേ ഹം ദുആ സെ ഖുദാ സെ ദുആ കർത്തെ ഹെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബാഗിനെ കുറിച്ചുള്ളതാണെങ്കിൽ യേ നസ്മ് ബാഗ് കെ ബാരെ മേ ഹെ, ഇന്ത്യയെക്കുറിച്ചാണെങ്കിൽ യേ നസ്മ് ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ഹെ, ഇസീ തര അതുപോലെ എഴുതുക. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. യേ ഷേർ ഉർദു കെ മഷഹൂർ ഷായർ ഷബ്നം കമാലി की नज़्म हमारी दुआ से लिया गया है, ये एक दुआയ നസ്മ है. ഇത് വേണമെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫായിട്ട് തുടക്കത്തിൽ എഴുതാം. അതിനുശേഷം നമുക്ക് തന്ന 2 വരിയെക്കുറിച്ച് അതിൻ്റെ മത്ലബാണ് എഴുതേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഷായർ, ഷായർ കവി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷായർ ഇൻ അഷ്ആർ കെ ജരിയെ അല്ലെങ്കിൽ ഷിർ കെ ജരിയെ അല്ലെങ്കിൽ ഷിർ മേം, അത്ര മതി. ഷിർ മേം എളുപ്പം അതാണ്. ഷിർ മേം യേ കഹ്ന ചാഹത്തെ ഹൈ, യേ കഹ്ന ചാഹത്തെ ഹൈ, ഇങ്ങനെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കെ എന്തെന്നാൽ ഷായർ ഇസ് ഷിർ മേം യേ കഹ്ന ചാഹത്തെ ഹൈ കെ, എന്താണ് ഇതിലുള്ളത്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹമേം സൂരജ് സേ റോഷ്നി മിൽത്തെ ഹെ, ഹമേം ചാന്ദ് സേ റോഷ്നി മിൽത്തെ ഹെ, നമുക്ക് സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു, നമുക്ക് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനുമൊക്കെ നമുക്ക് പ്രകാശം തരുന്ന അതുപോലെ ഇസീതര, അതുപോലെ ഇസീതര അതുപോലെ സാരി ഫസാമേം, അവിടെ ഫസ എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ദുനിയ എന്നാക്കാം. ദുനിയ എല്ലാവർക്കും അറിയാലോ. ഫസ എന്നതിന് പകരം ദുനിയ എന്ന വേർഡ് അവിടെ കൊടുത്തിട്ട് സാരി ദുനിയാമേം എന്ത് ചെയ്യണം? ഹംസെ റോഷൻ കരേ, ഖുദാ സെ ദുആ മാങ്തേ ഹെ, ഖുദാ സെ ദുആ കർത്തേ ഹെ, ഖുദയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹംസെ ഞങ്ങളെക്കൊണ്ട് ഈ സാരി ദുനിയ, ഈ സാരി ദുനിയ, ഈ ലോകം മുഴുവൻ റോഷൻ കർദേ പ്രകാശിപ്പിക്കണേ എന്ന പ്രാർത്ഥനാ ഗീതമാണ്. ഇതുപോലെയാണ് ഏത് വരികൾ കിട്ടുകയാണെങ്കിലും ആ വരികളുടെ ആശയം എഴുതേണ്ടത്. ബച്ചോ ദേഖിയേ, ജിസ് തരാ ചാന്ദ് സൂരജ് സെ ഹേ റോशनी, इस तरह हमसे रोशन है सारी फ़ज़ा. शायर इन अशार के ज़रिए क्या खुदा से क्या मांगता है, इस शेर का मतलब अपने अल्फाज में लिखिए. ഈ 2 വരികളിലൂടെ ഷായർ ദൈവത്തോട് എന്താണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ വരികളുടെ ആശയം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ബച്ചോ ഇസി തരക്ക് കൈ ദുആയ നസ്മേ ഹെ, ഇതുപോലെ ഒരുപാട് ദുആയ നസ്മുകളുണ്ട്. മലയാളം में है, अंग्रेज़ी में है और दूसरी ज़बान में भी है, उर्दू में भी है. आप इसी तरह के दुआया नज़्में जमा करके अपने ടീച്ചർ को भेजिए. ഇതുപോലെയുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ठीक है, आज आपके लिए 2 सरगर्मियाँ हैं. पहले इस शेर का मतलब अपने अल्फाज में लिखिए. दूसरा
इसी तरह के दुआया नज़्में जमा करके ടീച്ചർ को भेजिए. ഈ വരിയുടെ ആശയം നിങ്ങൾ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. രണ്ടാമത്തേത്, ഇതുപോലെയുള്ള പ്രാർത്ഥനാ ഗീതങ്ങൾ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കില്ലേ? ജി, ठीक है, शुक्रिया, खुदा हाफिज़.